ഹലോ ഗൈസ്, ഈ സാധാരണ ബോക്സ് ഫ്രെയിമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഷാഡോ ഫ്രെയിംസ് ഉള്ളത്. നമുക്ക് പല രീതിയിലുള്ള ഷാഡോ ബോക്സുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു A4 സൈസിലുള്ള ഒരു ഷാഡോ ബോക്സ് ആണ്. ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്യണ ഒരു ഫ്രെയിമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പിലിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത ഫോട്ടോ നമ്മൾ ആദ്യം ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോക്സിൽ കറക്റ്റായിട്ട് അത് വെച്ച് നോക്കുക, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ വെച്ചാലായിരിക്കും അത് നമുക്ക് വേറൊരു ഭാഗങ്ങളും കാണാത്ത രീതിയിലാവുക, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് ആ ഫോട്ടോ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ആ ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെയറി ലൈറ്റാണ്. നമുക്ക് വേണമെങ്കിൽ LED ലൈറ്റോ അങ്ങനെ വേറെ എന്ത് ലൈറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഫെയറി ലൈറ്റാണ് ഉപയോഗിച്ചേക്കണത്. ഈ ഫെയറി ലൈറ്റ് നമ്മൾ ആദ്യം കെട്ടൊന്നും വീഴാതെ നല്ല രീതിയിൽ അത് നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫ്രെയിമിന് സെറ്റ് ആവണ രീതിയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, എങ്ങനെയൊക്കെ വരും എന്ന് വെച്ച് നോക്കുക. ഈ ഫെയറി ലൈറ്റ് ഈ ഫ്രെയിമിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടാക്കി ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. ഈ ടേപ്പിലേക്ക് നമുക്ക് ഫെയറി ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെയ്തേക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ഇങ്ങനെ ഓരോരോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കണം. അല്ലാതെ നമുക്ക് ഓരോ ലൈറ്റായിട്ട് ഇങ്ങനെ ചുരുട്ടി എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ബീഡ്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റ് ബീഡ്സ് പല സൈസിലായിട്ട് അത് നമുക്ക് കുറച്ചും ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പം അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ ബീഡ്സ് എന്ന വീഡിയോ ഞാൻ എടുത്തതായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രെയിം ചെയ്യണത്. അത് ഈ ബോക്സ് ഫ്രെയിം, ഉള്ളിൽ ലൈറ്റ് വന്നിട്ട് ബീഡ്സ് വന്നിട്ട് ശരിക്കും എനിക്കതൊരു ചലഞ്ച് തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കുറവുമായിരിക്കണം, എന്ന സംഭവം കിടുവുമായിരിക്കണം. ആ ഒരു രീതിയാണ് എൻ്റെ കസ്റ്റമർ ഉദ്ദേശിച്ചത്. അപ്പം എൻ്റെ മാക്സിമം ഞാനതിൽ കൊടുത്തിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ ടാക്കി ടേപ്പിൻ്റെ പീൽ ചെയ്യണ ഭാഗമില്ലേ, അത് പൊളിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഞാനതിന് ഉപയോഗിച്ചതേ നമ്മി ബയോളജിയൊക്കെ പഠിക്കണവർക്കറിയാം, ഈ ഡൈസെഷൻ ടൂളായിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഫോർസെപ്സ്, അതാണ് ഉപയോഗിച്ചത്. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പീൽ ചെയ്യാട്ടാ. പിന്നെ അതിൽ വല്ല അങ്ങനെ വെച്ചാൽ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ വെച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഞാൻ എന്തായാലും ഇതാണ് ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് തന്നെ അതിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റി. അപ്പം അതെ ഈ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോണ്ടല്ലോ സംഭവം ഇതുപോലെ ഇരിക്കും. ഇതിൽ ആ ഫ്രെയിമും ബീഡ്സും കൂടെ ആഡ് ചെയ്താലുണ്ടല്ലോ, കണ്ട സംഭവം സെറ്റായി. ഇത്രയുള്ള പരിപാടി. അപ്പം ഇത് വേണ്ടവർ DM ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കട്ടെ എല്ലാവരും.